സഫു ആ തഫ് സമാപമൈനിക്കണമെങ്കിൽ തമാമി സ്വല ആ പുസ്കാരത്തിന് പരിപൂർണമായ കൂലി കിട്ടുന്നുണ്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ നിസ്കാരത്തിൽ ഞാൻ നിൽക്കുമ്പോഴോ ഞങ്ങൾ സഫ് സമാക്കിട്ട് മുട്ടുമുട്ട മതം ഒപ്പാടിട്ട് മുട്ടുമുട്ട നിൽക്കണം. അതിന് എനക്ക് വേണ്ടി ഞങ്ങൾ ഒരാള് ഇല്ലാണ്ട് കാലിയായെങ്കിൽ അവിടെ ശൈത്താനം നിൽക്കൊണ്ടും ചിലപ്പോ ജമാഅത്തിന് പോലും നഷ്ടപ്പെടുന്നുണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ വ മലായികതഹു അല്ലാഹും അല്ലാഹുവിന്റെ മലക്കുകൾ യുസല്ലൂന സ്വലാത്ത് ചൊല്ലുന്നു. അല്ലാഹുവിന്റെ മലക്കുകൾ പ്രാർത്ഥിക്കൽ ദുആക്കൽ സ്വലാത്ത് ചൊല്ലുന്നു. ആർക്ക്? അലാ സഫിൽ അവൽ, ഒന്നാമത് സഫ് നിൽക്കുന്ന ആളാണ്. ഒന്നാമത് സഫ് നിൽക്കുന്ന ആൾമാർക്കും അള്ളാഹുവിന്റെ മലക്കുകൾ ദുആക്കലുണ്ട്. ഞങ്ങളിപ്പോൾ ഒന്നാം സഫ് നമ്മൾ പിറവലിക്കൊണ്ട് നോക്കണേ, ഇപ്പോൾ നമ്മൾ പിറവലിക്കാൻ നോക്കണേ. സ്വഹാബാക്കൾ അങ്ങനെയല്ല. ഒന്നാമത് സഫ് കിട്ടുന്നതിനായിട്ട് വേഗത പണ്ടാറ് അതിനായിട്ട് തിക്കും തിരക്കുമായിട്ടുണ്ട്. അതേപോലെ നിങ്ങൾ സഫിൽ നിൽക്കുന്നു. സഫിൽ നിങ്ങൾ നിന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ചിന്ന ഭിന്നാവോ കാരണാവോ, നിങ്ങൾ ഐക്യ തകർന്നോ കാരണാവോ. ഒരു സഫിന് വിശുദ്ധ അല്ലാഹുവിന്റെ റസൂലിന്റെ ഞങ്ങളുടെ ജമാഅത്തിൽ, ഞങ്ങളുടെ പ്രായത്തിൽ, ഞങ്ങളുടെ മഹല്ലത്തിൽ ഐക്യമില്ലാതെ ഒരു കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ നിങ്ങൾ സഫിനില്ലെങ്കിൽ നിങ്ങൾ ഐക്യക്കലാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ സഫ് സമായിട്ട് നിൽക്കണോ. സഫ് സമായില്ലെങ്കിൽ ആ റായത്ത് ഐക്യലാണ്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു. അതേപോലെ പ്രത്യേകം ശ്രദ്ധിക്കണത് ഒന്നാമത് സൂഫ് പൂർത്തിയാൽ പിന്നെ രണ്ടാമത് സഫ് കേട്ടോ. ചില ആൾമാർ ഒന്നാമത് സഫ് ബാക്കിയാക്കിയിടും, ഇവിടെ രണ്ടാമത് സഫ് ആളേക്കിടും. ഒന്നാമത് സഫ് ആള് പൂർത്തിയാൽ പിന്നെ ആവണം രണ്ടാമത് സഫ് ആവണിക്കൊണ്ടായി. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വഹാബാക്കൾ നമുക്ക് പല്ലിക്ക് പണ്ടിലൊരു കൂലി, പല്ലിലൊരു കൂലി. ഒന്നാമത് സഫ് നിൽക്കുന്നത് പിന്നൊരു കൂലി, ബന്ധഭാഗത്ത് നിൽക്കുന്നത് പിന്നൊരു കൂലി, ഇമാമിന് മുട്ട നിൽക്കുന്നത് പിന്നൊരു കൂലി, ഇമാമിന് ഒട്ടിക്ക് തക്ബീറത്തിൽ കിട്ടുന്നത് പിന്നൊരു കൂലി. ഇത്ര സുന്നത്തായിട്ട് ഞാൻ കിട്ടേ.